ദൈവവചനത്തിന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാനും ദൈവത്തോടുകൂടി ആയിരിക്കുവാനും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിന് സർവശക്തനായ ദൈവത്തിന് കോടാനുകൂടി നന്ദി സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങൾ. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യും. ഇവനാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. നമ്മളെല്ലാവരും പലപ്പോഴായി വായിച്ചിട്ടുള്ള വിതക്കാരൻ്റെ ഉപമയാണ്. ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ആ ദൈവത്തിന് നമ്മൾ എന്തുമാത്രം വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് വിതക്കാരൻ്റെ ഉപമയിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോയുടെ വചനങ്ങൾ നിങ്ങൾ ശ്രവിക്കുകയും എന്നാൽ അതിനേക്കാട്ടിൽ കൂടുതലായി ലൗകിക വ്യഗ്രതയും സമ്പത്തുണ്ടാക്കാനുള്ള ആഗ്രഹവും നമ്മളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ, ദൈവവചനം അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ അവിടെ ചവിട്ടിമെതിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനത്തിന് 1-ാം സ്ഥാനം നഷ്ടപ്പെടും. ലൗകികമായ കാര്യങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഉള്ള വ്യക്തികളെ മുൾച്ചെടികളിൽ വീണ വിത്തിന് സമാനമായി ഈശോ ഉപമിക്കുകയാണ്. എന്നാൽ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിച്ച് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ, ആ വ്യക്തി 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് ലഭിച്ച ഒരു കർഷകനെ പോലെയാകും. അവനെപ്പോഴും സന്തോഷവാനായിരിക്കും. കാരണം ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അവന് ധാരാളം ഫലം ലഭിക്കുന്നുണ്ട്. നമ്മളെ തന്നെ നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമായി. നമ്മൾ കേട്ട ദൈവവചനം, നമ്മളോട് സംസാരിച്ച കർത്താവിന് നമ്മൾ ഏത് സ്ഥാനമാണ് നൽകുന്നത്? സ്വയം വിചിന്തനം ചെയ്യുക. ആരും നിങ്ങളെ വിധിക്കുവാൻ വരുന്നില്ല. നിങ്ങൾ തന്നെ സ്വയമേ ഒന്ന് ചിന്തിക്കുക. ഞാൻ എന്ത് തരം വിത്താണ്? ഞാൻ ഫലം പുറപ്പെടുവിക്കാറുണ്ടോ? പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധിയും എപ്പോഴും നിങ്ങൾക്ക്
ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതം നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.